ആദവനാട് പഞ്ചായത്ത് UDF കൺവെൻഷൻ തിരൂർ UDF മണ്ഡലം കൺവീനർ വെട്ടം ആലിക്കോയ ഉദ്ഘാടനം ചെയ്തു. പൊന്നാനി ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ഡോക്ടർ MP അബ്ദുസമദ് സമദാനി, അഡ്വക്കേറ്റ് പത്മകുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ആദവനാട് പഞ്ചായത്ത് UDF കൺവെൻഷൻ തിരൂർ UDF മണ്ഡലം കൺവീനർ വെട്ടം ആലിക്കോയ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പത്മകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് UDF ചെയർമാൻ ആബിദ് മുനക്കൽ അധ്യക്ഷത വഹിച്ചു. കോട്ടക്കൽ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് MK ഖലീൽ, നൌഷാദ് മാസ്റ്റർ, വാക്കലത്ത് കുഞ്ഞുമുഹമ്മദ്, ആദവനാട് മുഹമ്മദ് കുട്ടി, സുരേഷ് കക്കാട്, T മുഹമ്മദ് ഇസ്മായിൽ, സലാം ആദവനാട്, മൊയ്തു വെട്ടിച്ചീര തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് പത്മകുമാർ നമ്മോട് തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് സംസാരിച്ചു. ഇതിവിടെ ഖലീലടക്കമുള്ള പഞ്ചായത്തിന് പുറത്തു നിന്നെത്തിയവരും പഞ്ചായത്തിലെ തന്നെ നേതാക്കളും. ആദവനാട് വളരെ പാരമ്പര്യമുള്ള ഒരു പഴയ സ്ഥലമാണ്. എല്ലാ നിലയിലും വളരെ പാരമ്പര്യമുള്ള നാടാണ്. എനിക്കിതൊക്കെ എൻ്റെ സ്വന്തം മണ്ണാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് പുത്തനത്താടിൻ്റെ അങ്ങോട്ട് കഴിഞ്ഞാലുള്ള പുന്നത്തല, അതിൻ്റെ അവിടെയൊക്കെ എനിക്ക് ഒരുപാട് ബന്ധുക്കളും. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ സ്കൂളിൽ പോയ മാറാക്കര UP സ്കൂൾ. അവിടെ തന്നെയാണ് ഞാൻ സ്കൂളിൽ പോയ മാറാക്കര ഹൈസ്കൂൾ. എൻ്റെ ഉമ്മയുടെ നാടാണ് അച്ചിപ്പുറ എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും ഇവിടെയൊക്കെ ഒരുപാട് ബന്ധങ്ങളും ഇരിക്കുന്നവരൊക്കെ ഏകദേശം എല്ലാവരും നേതാക്കളൊക്കെ എത്രയോ കാലമായിട്ട് പരിചയം എന്ന് പറഞ്ഞാൽ പോരാ, വ്യക്തിപരമായി വളരെ അടുത്ത സമ്പർക്കമുള്ളവരാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായി ആഘോഷിക്കപ്പെടേണ്ടുന്ന ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു സംഗതിയാണ്. ഏറ്റവും നന്നായി ഭരണകൂടത്തിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രക്രിയ ലോകത്ത് നന്നായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. പക്ഷെ നിർഭാഗ്യം എന്ന് പറയുന്നത് ഭയപ്പാടോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിന് നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2014 നമ്മൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. നമുക്കറിയായിരുന്നു 2019 തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് നമുക്കറിയാം. 2019 നമ്മൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അന്ന് നമുക്കറിയാമായിരുന്നു 2024 തെരഞ്ഞെടുപ്പുണ്ട്. 2024 തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സംവിധാനത്തോട് ഒരു നിലയിലും യോജിക്കാത്ത, ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് എന്താണോ ഇന്ത്യ ഉദ്ദേശിക്കുന്നത് അതിന്റെ വിരുദ്ധമായി ജനാധിപത്യ സംവിധാനത്തെ കടപിടിഞ്ഞെറിയാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ്. പഞ്ചായത്ത് UDF കൺവീനർ ഖാലിദ് MK സ്വാഗതവും സയ്യിദ് കരിപ്പോൾ നന്ദിയും പറഞ്ഞു. കോമുക്കോട്ടക്കുളത്ത് V ഇക്ബാൽ, ഗ്രാമപഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് KP സിനോബിയ, വൈസ് പ്രസിഡന്റ് KT ഹാരിസ്, ജാസർ പുന്നത്തല, ഹാരിസ് പറക്കാടൻ, ഷംസു മുഴങ്ങാടി, റസാഖ് TK, KP ഉമ്മർ, MT അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുത്തനത്താണി. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.